ഹലോ കൂട്ടുകാരെ, നമ്മുടെ മഞ്ഞളൊക്കെ നട്ട സ്ഥലം കണ്ടോ? നമ്മുടെ പറമ്പൊക്കെ ഈ മഞ്ഞള കൃഷിയൊക്കെ ചെയ്തിരുന്ന അയ്യോ അല്ല, ഇപ്പം ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി. എല്ലാം വെളുത്തു, നിറയെ കരിയിലയായിരുന്നു. ഞാനതെല്ലാം കുറച്ച് വാരി കത്തിച്ചു, ബാക്കിയെല്ലാം എന്താ ടബിനകത്തും ചാക്കിലും ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ട് കളക്ട് ചെയ്ത് വെച്ച്. കാരണം നമുക്കിനി അടുത്ത കൃഷിക്ക് ഉപയോഗിക്കണമല്ലോ. ഇനി മഞ്ഞളൊക്കെ നടുമ്പോഴത്തേക്കും നമ്മൾ ഇതും ജൈവവളം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് മഞ്ഞൾ നടുന്നത്. വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടിയും ഒക്കെ ചെയ്യുന്നവർ ഇതെല്ലാം കൂടെ മിക്സിംഗ് ആയിട്ടുള്ളൊരു വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് വേറെ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ചാണകപ്പൊടി ഇടത്തില്ല. ചാണകപ്പൊടി 1% ചേർന്നൊരു ജൈവവളം നമുക്കിവിടെ ഉള്ള ഒരെണ്ണം ഉണ്ടല്ലോ, അതാണ് നമ്മളിത് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നമ്മളിതേ മഞ്ഞൾ ഗ്രോ ബാഗിലാക്കി നട്ട് വെച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇവിടെ എല്ലാം നമ്മൾ വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ ഈ തേക്കിൻ്റെ കരിയിലകളെല്ലാം ഒഴിവാക്കി കേട്ടോ. തേക്കിൻ്റെ കരിയിലകൾ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കരുത്, നമ്മുടെ കൃഷിയെ ദോഷം ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ വുഡാഷ് ആണെങ്കിലും ഒന്നും ഉപയോഗിക്കരുത് നമ്മൾ. ബാക്കി എല്ലാ കരിയിലകളും പ്ലാവിൻ്റെ മാവിൻ്റെ എല്ലാം ഉപയോഗിക്കാം.